കോഴിക്കോട് കക്കാടംപൊയിൽ മരത്തോട് കാട്ടാന വീട് ഭാഗികമായി തകർത്തു. വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടാണ് ആക്രമിക്കപ്പെട്ടത്. 80-കാരനായ VJ ജോസഫും ഭാര്യയും മാത്രമാണ് ഈ വീട്ടിൽ താമസം. പുലർച്ചെയായിരുന്നു കാട്ടാന ആക്രമണമുണ്ടായത്. വീടിന്റെ പിൻഭാഗമാണ് തകർന്നത്. കനത്ത മഴ ഉണ്ടായിരുന്നതിനാൽ ഓടിക്കൂടിയ നാട്ടുകാർ തകർന്ന ഭാഗം ഉടൻ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി ശരിയാക്കിയിട്ടുണ്ട്. കാട്ടാന വീട് തകർക്കുന്ന സാഹചര്യം വന്നതോടെ ഭയത്തോടെയാണ് വൃദ്ധ ദമ്പതികൾ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ തൊട്ടടുത്തായി കാട്ടാന വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജീപ്പ് മറിച്ചിട്ടിരുന്നു. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 1 കിലോമീറ്റർ ചുറ്റളവ് റോഡ് മാർഗം നേരിട്ടാകുമ്പോൾ അത്രയില്ല. ആ തോടിനിക്കര ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെ. പക്ഷെ 2 ജില്ലയാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരും പറയുന്നത്. അവരെ കോഴിക്കോടുകാരെ വിളിക്കുമ്പോൾ പറയും മലപ്പുറത്തെ ആനയെന്ന്, മലപ്പുറംകാരെ വിളിക്കുമ്പോൾ കോഴിക്കോട്ടെ ആനയെന്ന് പറയും. ആ കളി എവിടെ കിടന്ന് കളിക്കുന്നത്. ഇതൊരു കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ. നിങ്ങൾ നിൽക്കുന്നതിന് നേരെ തോറ്റി പറയാം. തേനരുവിയിൽ നിന്ന് നോക്കി ഇക്കരെ കാണാം പറമ്പ്. ഇവിടുന്ന് ഞങ്ങൾക്ക് മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ തേനരുവി കാണാം. ഇന്നലെ വൈകുന്നേരം വരെ ആന ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് ഫോറസ്റ്റുകാരൊക്കെ ഒന്ന് ഓടിച്ചു. നമ്മുടെ നാട്ടിലേക്ക് എത്തി. ഇപ്പോൾ നാട്ടിലേക്ക് കയറി. ഇപ്പോൾ തൊട്ടടുത്തുള്ളൊരു വീട് തള്ളിയിട്ടു. ഇത് നാട്ടിൽ ജീവിക്കാൻ പറ്റാതായി. ഇത്ര കാലം മുന്നേ ആനയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ആന എണ്ണമാണ് കുറേ പെരുകിയ എണ്ണം കൂടിയിട്ടുണ്ട്. 10-28 ആനയുണ്ട്. നമുക്ക് ജീവിക്കാൻ തീരെ മാർഗ്ഗമില്ല. കഴിഞ്ഞ ദിവസം എന്നെ വീടിൻ്റെ അടുത്തുനിന്ന് ബൈക്കിന് വന്ന് റോഡ് സൈഡിലുണ്ടായിരുന്നു. ഇന്നലെ വരുമ്പോൾ ആന തേനരീൻ്റെ അവിടെയായിരുന്നു. കോഴിക്കോട് ജില്ലേൻ്റെ തൊട്ടിപ്പുറത്തുനിന്ന് മരത്തോടിലേക്ക് ആ ബോർഡറിൻ്റെ ജംഗ്ഷനിൽ തന്നെയായിരുന്നു ആന നിൽക്കുന്നത്. ഈ ആനയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ലൈറ്റ് വെട്ടം പേടിയില്ല. ഭയങ്കര ആൾക്കാരടുത്തേക്ക് വന്ന് കയറുകയാണ്. ആനയ്ക്ക് നിയന്ത്രിക്കാനും കഴിയുന്നില്ല. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.